എരുമേലിയിൽ വാപുര ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കം തടഞ്ഞ് പഞ്ചായത്ത്. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള അപേക്ഷ തള്ളിക്കൊണ്ടുള്ള പഞ്ചായത്തിന്റെ ഉത്തരവ് ന്യൂസ് 18 കിട്ടി. പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് ഐകകണ്ഠേന അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ തള്ളിക്കളഞ്ഞത്. വാപുര ക്ഷേത്ര നിർമ്മാണം മതസൗഹാർദ്ദം തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് നിലപാടെടുത്തത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങളും സമാന നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാകേണ്ടത്. നിലവിൽ എരുമേലി പഞ്ചായത്തിൽ BJPക്ക് അംഗങ്ങൾ ഇല്ല. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, വാപുര ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് BHP അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഹൈക്കോടതിയിൽ വന്ന കേസാണിത്. ഇപ്പോൾ ഇതിൽ പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്ന നടപടി അത് നേരത്തെ ഈ വിഷയത്തിൽ CPM എടുത്ത നിലപാടിന് സമാനമായി തന്നെ അല്ലേ? തീർച്ചയായും CPM നിലപാടിന് സമാനമായി തന്നെയാണ് പഞ്ചായത്തും ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഫലത്തിൽ അതിനൊപ്പം കോൺഗ്രസും നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എരുമേലിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനൊരു ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ ഹൈക്കോടതിയിൽ തന്നെ ഒരു ഹർജി വന്നിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യങ്ങൾ വിശദമായി ചോദിച്ച ശേഷം അതിന് പിന്നാലെ ഇതിൻ്റെ അനുമതിക്കായി പഞ്ചായത്തിനെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്തായാലും ഇതിനൊടുവിലാണ് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു തീരുമാനം പഞ്ചായത്ത് എടുത്തതായി പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസം 17-നാണ് ഇത് സംബന്ധിച്ച ഒരു യോഗം പഞ്ചായത്ത് ചേർന്നത്. മെമ്പർമാരുടെ യോഗം, അതായത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏതാണ്ടൊരു അവസാന ഘട്ടത്തിലെടുത്ത തീരുമാനം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതായത് എരുമേലിയിൽ വാപുര ക്ഷേത്ര നിർമ്മാണം അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുന്നു. പ്രത്യേകിച്ച് മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് എരുമേലി. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മാണം എന്നുള്ളത് അത് മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ഫലത്തിൽ വിലയിരുത്തുകയാണ് എരുമേലി പഞ്ചായത്ത് കമ്മിറ്റി ചെയ്തത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തെ കൃത്യമായി ഇതിന് അനുകൂലമായ നിലപാടെടുത്തു. അങ്ങനെ ഐകകണ്ഠേനയാണ് ഈ ഒരു തീരുമാനം പാസ്സായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല പഞ്ചായത്ത് സെക്രട്ടറിയും ഇതിന് അനുകൂലമായി ചില നിലപാടെടുത്തു. അതായത് ഇങ്ങനെ പുതുതായി ചില ക്ഷേത്ര നിർമ്മാണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ മതപരമായ സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് തടയുന്നതിന് ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാകുന്ന നിലയിൽ അത് ഉണ്ടാകാൻ പാടില്ല എന്ന ഫലത്തിൽ എന്ന സംസ്ഥാന സർക്കാരിന് തന്നെ 2021 ഉത്തരവുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടി ഇതിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും ഒപ്പുൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിക്കുന്നത്. നേരത്തെ എന്തായാലും വാവര് പള്ളിയോട് ചേർന്നാണ്, അതായത് ഈ സംഘപരിവാർ സംഘടനകൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് വാവരല്ല വാപുരനാണ് എന്ന രീതിയിലുള്ള പ്രചരണമാണ് അവർ നടത്തുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനൊരു പുതിയ ക്ഷേത്ര നിർമ്മാണം എന്ന നിലയിലേക്ക് പോവുകയും ചെയ്തത്. അതിനാണ് ഇപ്പോൾ എന്തായാലും ഈ പഞ്ചായത്തിൽ ഒരു ഐകകണ്ഠേന പഞ്ചായത്ത് അത് തള്ളിക്കളയുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഐകകണ്ഠേന എന്ന് പറയുമ്പോൾ അവിടെ മറ്റ് BJP അംഗങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലം കൂടിയാണ് എരുമേലി പഞ്ചായത്ത്. അവിടെ ആണ് ഈ ഒരു ഫലത്തിൽ ഈ ഒരു ആവശ്യം അത് കാര്യമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു എന്ന് മനസ്സിലാകുന്നു. ശ്രീ ഭൂതനാഥ സേവാ സംഘം ചാരിറ്റബിൾ ട്രസ്റ്റ് അത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അടക്കം സമീപിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഏത് ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇങ്ങനെ നിലപാടിലേക്ക് പഞ്ചായത്ത് വന്നത്? ഫലത്തിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. അവിടെ നേരത്തെ ഒരു ദേവപ്രശ്നമാണ് നടന്നത്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു ദേവപ്രശ്നമായിരുന്നു അന്നുണ്ടായിരുന്നത്. തൊട്ട് പിന്നാലെ ചെറിയൊരു ഷെഡ് പോലെ ഒരു ബാലാലയ പ്രതിഷ്ഠ നടത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഹൈക്കോടതിയിലേക്ക് ഹർജി പോയ സമയത്ത് തന്നെ സമയങ്ങളിൽ തന്നെ പൂർണ്ണമായും ഇത് അവിടെ നിന്ന് മാറ്റുന്ന നില ഒരുപക്ഷെ ഈ ഭൂതനാഥ ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ ചെയ്തതായിരിക്കാം. നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവിടെ ഒരു തറ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസവും എരുമേലിയിൽ പോയ സമയത്ത് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അവിടെ ഒരു നിർമ്മാണവും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വാവര് പള്ളിയുടെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ട്, പള്ളിയുടെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിന് എതിർവശത്തായാണ് ഇങ്ങനൊരു ക്ഷേത്ര നിർമ്മാണത്തിനുള്ള നീക്കം സംഘപരിവാർ സംഘടനകൾ നടത്തിയത്. അതാണ് ഫലത്തിൽ ഇപ്പോൾ തടയുന്ന നിലയിലേക്ക് പഞ്ചായത്ത് എത്തുകയും
ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇക്കാര്യത്തിൽ ഇനി എന്ത് എന്നുള്ളത് സ്വാഭാവികമായും കോടതിയിലേക്ക് പോയൊരു വിഷയമാണ് ആദ്യഘട്ടത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇനി കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിന് ഏതെങ്കിലും തരത്തിൽ അപ്പീൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണോ, എങ്ങനെയാണ് ഇനി ഭൂതനാഥ ട്രസ്റ്റിന്റെ തീരുമാനം എന്നത് ഇനിയും അറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ അത് അനിൽ വിളയിൽ ടെലിഫോൺ ലൈനുണ്ട്. തുടരുക ശ്രീജിത്ത്. അനിൽ വിളയിൽ സാമുദായിക ഭിന്നത ഉണ്ടാക്കുമെന്ന വാദം നിരത്തിയാണ്, അത്തരത്തിലൊരു വാദം മുന്നോട്ട് വെച്ചാണ് പഞ്ചായത്ത് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇതിലൊരു നിലപാടെന്താണ്? കാരണം ഇതിൽ മുൻകൈയെടുത്തത് VHP ആയിരുന്നു, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി മുന്നോട്ട് പോയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ഷേത്ര നിർമ്മാണമൊന്നും ആരംഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനൊരു നിലപാട് പഞ്ചായത്ത് സ്വീകരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? മുമ്പോട്ട് പോയില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ആ വസ്തു മേടിച്ച ദിവസം തൊട്ട് തന്നെ അവിടെ ക്ഷേത്രം ഉയരേണ്ട ആവശ്യത്തിന് വേണ്ടി ശ്രീ ഭൂതനാഥ സേവാ ട്രസ്റ്റ് വളരെ മുമ്പോട്ട് പോയിരുന്നു. അതിന്റെ പ്ലാൻ തയ്യാറാക്കി പഞ്ചായത്തിൽ അതിന് അപേക്ഷ കൊടുത്തു. മുനിസിപ്പൽ പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഇടതുമുന്നണിയും വലതുമുന്നണിയും ഐക്യകണ്ഠേന എരുമേലി പഞ്ചായത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയെന്നൊരു സന്തോഷമുണ്ട്. ഒരു ക്ഷേത്രം തടയാൻ വേണ്ടി രണ്ടു കൂട്ടരും ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അതിന്റെ പെർമിറ്റ് നിഷേധിച്ചു. ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട് എന്നുള്ളത് പഞ്ചായത്തല്ലല്ലോ പറയേണ്ടത്, പോലീസല്ലേ പറയേണ്ടത്. ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടെങ്കിൽ പോലീസാണ് കൈകാര്യം ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആ OP ഫയലിൽ സ്വീകരിക്കുകയും എതിർകക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ഈ അവസരത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ക്ഷേത്ര നിർമ്മാണം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ നാടിനീളെ കുരിശടികൾ ഉയരുന്നു, ഖബർസ്ഥാനുകൾ ഉയരുന്നു, ആർക്കും യാതൊരുവിധ പരാതിയില്ല. ഒരു പൗരന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത്. അല്ല, അവിടെ ഈ കേരള പഞ്ചായത്ത് രാജ് ചട്ടമൊക്കെ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ നിയമം അനുസരിച്ച് മതിയായ ഒരു അനുമതി വാങ്ങാതെയുള്ള ക്ഷേത്ര നിർമ്മാണം ഹൈക്കോടതിയിൽ അവരുടെ കണ്ടൻഷൻ അത് തന്നെയായിരുന്നു. അല്ല, അത് ആദ്യ ഘട്ടത്തിലെയാണ്. അന്ന് അവിടെ ഒരു ബാലാലയ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്താൻ നേരമാണ് അപ്രകാരം ഹൈക്കോടതിയിൽ OP ഉണ്ടാവുകയും ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് K-സ്മാർട്ട് വഴി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചുള്ള K-സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയാണ് അനുവാദം ചോദിച്ചത്. ആ അനുവാദം ചോദിച്ച ആ പെർമിറ്റിനകത്ത് അല്ലെങ്കിൽ സാങ്കേതികമായി യാതൊരു പ്രശ്നവുമില്ല. ഇവരൊരു ആശങ്ക പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയത്. ഹൈക്കോടതി OP ഫയൽ ചെയ്ത ദിവസം തന്നെ അത് ഫയലിൽ സ്വീകരിക്കുകയും എതിർകക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇത് നിയമപ്രകാരമുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. ഒരു പൗരന്റെ ഭരണഘടനാപരമായ അവകാശവും സ്വാതന്ത്ര്യവുമാണ്. ഇഷ്ടമുള്ള ആരാധനാമൂർത്തിയുടെ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം നിർമ്മിക്കും. വാവർക്കെതിരല്ലല്ലോ ആരും. ബാബുരിന്റെ ഒരു ക്ഷേത്രം വരുന്നത് കൊണ്ട് വാവർക്കെതിരാണ് എന്നുള്ള തെറ്റിദ്ധാരണയും ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയല്ല. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഏതെങ്കിലും ഇതര മത സംഘടനകൾ യാതൊരു വിധമായ ഒരു ഒബ്ജക്ഷനും നാളിതുവരെ ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത് കൃത്യമായ രീതിയിൽ നിർമ്മാണം നടക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിന് അനുവാദം തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി. വിളയിൽ ശ്രീ RV ബാബു കൂടി ടെലിഫോണിലായിരുന്നു. ശ്രീ RV ബാബു, ഇത് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് നിർമ്മാണ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഹിന്ദു ഐക്യവേദിയടക്കം ഈ വിഷയത്തിലുള്ള നീക്കം എങ്ങനെയായിരിക്കും? അതിനകത്ത് എന്താ ക്രമസമാധാന പ്രശ്നം? അത് പഞ്ചായത്ത് വ്യാജ ആരോപണം ഉന്നയിക്കുകയാണ്. പഞ്ചായത്ത് തെറ്റായ രീതിയിൽ, അതായത് ചില സ്ഥാപിത താല്പര്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പഞ്ചായത്ത് ബോധപൂർവം എടുത്ത് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിനകത്ത് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിലേക്ക് വരേണ്ട കാര്യം? വാപുരൻ എന്ന് പറയുന്നയാളും വാവര് എന്ന് പറയുന്ന ആളും രണ്ടും രണ്ടാണ്.